ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, 1-ാം തീയതിയായി, നവംബർ 1 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 11-1 ആക്ച്വലി 111 എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. സോ നല്ലൊരു ദിവസമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ചെയ്തോളൂ. ഓക്കെ, പല മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സും നമ്മൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ തന്നെ. ആക്ച്വലി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മുടെ 99 പോർട്ടൽ, 77 പോർട്ടൽ, ഓരോ പോർട്ടൽസിലും ഞാൻ ചില മെത്തേഡ്സ് ഒക്കെ പറയാറുണ്ട്, മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ചിൽ, നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് 99 പോർട്ടൽ അല്ലെങ്കിൽ 1010 പോർട്ടൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഹീലിംഗ് ലൈഫ് ടാരോ എന്നുകൂടി എഴുതി കഴിഞ്ഞാൽ എൻ്റെ ചാനലിലുള്ള ഇത് മേലേക്ക് കാണും നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറേ സ്ക്രോൾ ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ എടുത്തിട്ട് അതേ മെത്തേഡ് പക്ഷെ നിങ്ങൾ 111 എന്നുള്ളതിന് രീതിക്ക് നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. ഓക്കെ, 11-11 ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് ഇയറിൻ്റെയൊക്കെ 11-11 പോർട്ടലിലൊക്കെ ചെയ്തൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ എടുത്തോളൂ. അല്ലെങ്കിൽ ജനുവരിക്ക് ചെയ്ത എന്തെങ്കിലും ഉണ്ടാവാം. സോ അതൊന്ന് എടുത്ത് നോക്കുക. ഓക്കെ, നല്ല ദിവസമല്ലേ? നിങ്ങൾ പറ്റിയ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യും. ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് മനസ്സിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഓൾറെഡി കിട്ടി എന്ന രീതിക്ക് നിങ്ങൾ സങ്കല്പിക്കുക. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ യെസ്, ഇത് നടന്നു കഴിഞ്ഞു, നന്ദി ദൈവമേ എന്ന് പറയാം. ഓക്കെ, എനിക്ക് ഇന്ന കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, നന്ദി എന്ന് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, അറ്റ്ലീസ്റ്റ് താങ്ക്സ് പറയാം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ. എനിവേ, ഞാൻ ഈ ഒരു 1 വീക്ക് നിങ്ങൾക്ക് നവംബർ 1st വീക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് എനർജി ചെക്ക് ചെയ്യാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, Queen of Cups, 6 of Cups, 7 of Swords, 10 of Cups, Knight of Cups. ഓക്കെ, Ace of Pentacles ഇവിടെ ഉണ്ട്. എല്ലാം കപ്സ് എനർജിയാണ് കൂടുതൽ വന്നത്. ആക്ച്വലി എല്ലാം കപ്സാണ് വന്നിരിക്കുന്നത്. സോ ഇതിവിടെ നിങ്ങൾക്കൊരു ഇമോഷണൽ കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. ഇമോഷണൽ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ച്വലി മാസമായിരിക്കും. ബിക്കോസ് ഇവിടെ എല്ലാം വളരെ പോസിറ്റീവ് കാർഡ്സാണ്. ക്വീൻ ഓഫ് കപ്സ്, 6 ഓഫ് എല്ലാം പോസിറ്റീവ് കാർഡ്സാണ്. ഇത് മാത്രമേ ഒന്നും ഉള്ളൂ, ഞാൻ പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ആക്ച്വലി ഒരുപാട് ഗിവിങ് പേഴ്സൺ ആണ്. ഓക്കെ, നമ്മളെപ്പോഴും ഇവിടെ റീഡിങ്ങിൽ പറയാനുള്ളതാണ്. കാരണം നിങ്ങളുടെയൊക്കെ നേച്ചർ കൂടുതലും അങ്ങനെ തന്നെയായിരിക്കും. സോ നിങ്ങൾ ഒരുപാട് ഗിവിങ് നേച്ചറുള്ളവരായിരിക്കും. നിങ്ങൾ വളരെ കെയറിങ് നേച്ചറുള്ളവരാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇതിവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി, കുട്ടികൾ എന്ന രീതിക്കൊക്കെയാണ് കൂടുതലും കാണുന്നത്. ഇത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ, മാരീഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫാമിലി, കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടൊരു സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഈ തുടക്കത്തിൽ നവംബർ 1st വീക്കിൽ. എൻ്റെ ഇവിടെ കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ മിസ്സിങ് ഉണ്ടാവാം. ഓക്കെ, മേ ബി ഫാമിലിയെ മിസ് ചെയ്യില്ലായിരിക്കാം. നിങ്ങൾ എവിടെയെങ്കിലും ലേഡീസ് അവിടെ നിർബന്ധമില്ല, ഈവൻ ജെൻസ് ആയാലും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പാരൻസിനെ മിസ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ മിസ് ചെയ്യുക, ചിലപ്പോൾ ദൂരെ എവിടെയെങ്കിലും നിങ്ങൾ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം. കുറച്ച് മിസ്സിങ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് പേർക്ക്. ഓക്കെ, എല്ലാവർക്കും എല്ലാം വരില്ല. നിങ്ങളതുപോലെ വളരെ ഹാപ്പി ആയിട്ട് ഫാമിലിയുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന രീതിക്കൊക്കെ എനിക്ക് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ കുറച്ച് പേർക്ക് ആക്ച്വലി നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അത് കുറച്ച് പേർക്ക് ജോലിയുടെ കാര്യമായിരിക്കാം. കാരണം ഇവിടെ Ace of Pentacles വന്നു. സോ മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഇവിടെ 9 of Pentacles ഉണ്ട്. ഐ തിങ്ക് നിങ്ങൾ എപ്പോഴും ഫാമിലിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തിരുന്നു. ഫാമിലി കെയർ ചെയ്യുന്ന വ്യക്തികളാണ്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒക്കെ. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് എല്ലാം അവരെ ഇഷ്ടങ്ങൾ നോക്കുക, അവരെ സന്തോഷമായിട്ട് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. എൻ്റെ ഇവിടെ നിങ്ങൾക്കൊരു ജെൻസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ജോലിയുടെ കാര്യം കാണുന്നുണ്ട്. ലേഡീസിന് സ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്യുന്നു. സോറി, ജെൻസിന് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലേഡീസിന് സ്പെഷ്യലി നിങ്ങൾക്കൊരു ജോലി എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം. ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. കാരണം ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ കാണുന്നുണ്ട്. ഫാമിലിയുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഒരു ഓഫർ കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരും. ലൈക്ക് നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഓഫർ ആരെങ്കിലും തരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയുടെ ഇത് വരുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ലൈഫ് കുറച്ചുകൂടി നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്ന പോലെ. ഇതുവരെ നിങ്ങളെ വീട്, ഫാമിലി അങ്ങനെയൊക്കെ ഇരുന്നവരാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾക്ക് എവിടെയോ കുറച്ചുകൂടി മേ ബി നിങ്ങളുടെ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുന്ന തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോലി ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും കാണുന്നുണ്ട്.
എൻ്റെ ഇവിടെ നിങ്ങൾ വളരെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ എന്തെങ്കിലും തരത്തിലെത്തി നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഏർണിങ്ങിനുള്ള ഒരു വഴി കണ്ടുപിടിക്കും. ഓക്കെ, എൻ്റെ അത് നിങ്ങൾക്കൊരു സന്തോഷം തരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെയും സപ്പോർട്ടൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ഏർണിങ് ചെയ്യുക, സ്വന്തമായിട്ടൊരു കഴിവിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേറെ ആരെയും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാതിരിക്കുക. സോ അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എൻ്റെ വളരെ നല്ല കാര്യമാണിത്. കുറച്ച് പേർക്ക് ഇത് വേറെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. കുട്ടികളെ എന്ന് പറയുന്നില്ല, പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. അങ്ങനെ കുറച്ച് പേർക്കുണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പ്, നിങ്ങൾക്കൊരു കമ്മിറ്റഡ് ആയിട്ടൊരു ബന്ധം നിങ്ങൾക്ക് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഐ തിങ്ക് ഇവിടെ എവിടെയോ നിങ്ങൾ സിംഗിൾ ആയിരുന്നെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുമെന്ന് പറയാം. സിംഗിൾസിനുള്ള സ്പെഷ്യലി. ഓക്കെ, സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജ് ഓഫർ വരുന്നുണ്ടാവും. ഓക്കെ, മാരേജിൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. ആൻഡ് ഇവിടെ 7 ഓഫ് സോർഡ്സ് മാത്രമാണ് ഇവിടെ ഒരു ഓക്കെ, വിക്ടറി തന്നെയാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് അഗൈൻ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മേ ബി അവനവനെ ഒന്ന് മാറ്റി വെച്ചതായിരിക്കാം. ഓക്കെ, നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. അവോയ്ഡിങ് എന്ന് പറയുമ്പോൾ ഇതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ എടുക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ അവനവനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവനവനെ കെയർ ചെയ്തിട്ടുണ്ടാവില്ല, അവനവൻ്റെ സക്സസ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയിൽ ആരെങ്കിലും നിങ്ങളെ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ അതല്ല വേണ്ട. ഇവിടെ അത്രയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ഇതല്ല വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഐ തിങ്ക് നിങ്ങൾ അവനവനെ കെയർ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ നിങ്ങൾ ആരോടും പറയാതെ എടുത്തു വെച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടാവും. ആ കഴിവിനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാതെ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഐ തിങ്ക് എവിടേക്കോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മറച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനി ഐ തിങ്ക് നിങ്ങൾ പുറത്ത് വരും. അത് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുമെന്നുമാണ്, സക്സസ് കിട്ടുമെന്നുമാണ്. ആൻഡ് ഇവിടെ അഗെയിൻ 7 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഐ തിങ്ക് അത് മേ ബി കുറച്ചായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടന്ന ഒരാഗ്രഹമായിരിക്കാം. ആൻഡ് അത് ഡെവലപ്പായിട്ട് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ നെഗറ്റീവ് എനർജി അല്ല എനിക്ക് കിട്ടിയത്. 3 ഓഫ് കപ്സ് ഉണ്ട്, സെലിബ്രേഷനാണ്. സോ ഇല്ല, ഐ തിങ്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഐ തിങ്ക് ലൈഫിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നിങ്ങൾ ഐ തിങ്ക് അത് മറ്റുള്ളവരെ തിരിച്ചറിയാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് കഴിവിന് റെക്കഗ്നീഷൻ കിട്ടും എന്ന രീതിക്കായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ വെച്ച് നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സക്സസ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഈവൻ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എല്ലാ ഫാമിലി ആയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം എങ്കിൽ യെസ്, അതിലും നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ നല്ല രീതിക്ക് മുന്നോട്ട് പോകും. പക്ഷെ അവിടെയും നിങ്ങൾക്കൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ കുറച്ച് ഏർണിംഗ് ഉണ്ടാക്കും. ലേഡീസിനാണ് ഇത് ഞാൻ കൂടുതലും പറഞ്ഞത്. ഓക്കെ, ജെൻസിൻ്റെ പറയുകയാണെങ്കിലും ജെൻസിനായാലും ഓക്കെ, മേ ബി നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മാറ്റി വെച്ച് കാണും. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്, എനിക്കറിയാം. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കും ഇവിടെ എനിക്ക് സക്സസ്സും അല്ലെങ്കിൽ കരിയറിൽ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. എനിക്ക് മേ ബി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അഗൈൻ ഇവിടെയും ഒരു ഫ്രണ്ടായിട്ട് ആരെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. കുറച്ച് നിങ്ങൾ ജെൻസിനോട് സ്പെഷ്യലി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഈവൻ ലേഡീസ് ആയാലും നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുണ്ടാവാം, ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം മേ ബി നിങ്ങൾ ഇതുവരെ പറയാത്തുണ്ടെങ്കിൽ അത് ഐ തിങ്ക് എല്ലാവരും അംഗീകരിക്കാനൊക്കെ തുടങ്ങും എന്ന രീതിക്കായിരിക്കും. സെലിബ്രേഷനാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ ഓവറോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വീക്കാണ്. സോ നിങ്ങളത് ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ഞാൻ പറഞ്ഞ പോലെ അഫർമേഷൻസ് നിങ്ങൾ പറയുമ്പോൾ ഐ ഹാവ് കാര്യം ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി വേണം എന്നാണെങ്കിൽ ഇങ്ങനെ പറയാതായിട്ട് ഓക്കെ, ഐ ഹാവ് ദ ബെസ്റ്റ് ജോബ്, എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു നല്ല ജോലി എനിക്ക് കിട്ടി, അതിന് നന്ദി ദൈവമേ എന്ന് പറയാം. അങ്ങനെയാണ് പറയേണ്ടത്. എനിക്ക് ഓൾറെഡി കിട്ടി എന്ന് സങ്കല്പിക്കുക നമ്മൾ മനസ്സിൽ. അതുപോലെ എനിക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ എനിക്ക് എല്ലാ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എല്ലാം എനിക്കുണ്ട്, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് എനിക്ക് പണമുണ്ട്, അതിന് നന്ദി ദൈവമേ എന്ന് പറയാം. അങ്ങനെയാണ് അഫർമേഷൻസ് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം, എനിക്ക് എന്താണോ നല്ലത് അതെനിക്ക് തരിക, എൻ്റെ അതിന് ഓൾറെഡി ഞാൻ നന്ദി പറയുന്നു ദൈവമേ, എന്ത് തന്നെ തന്നാലും എനിക്ക് സ്വീകാര്യമാണ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, സോ അങ്ങനെ കുറച്ച് അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പറ്റിയ വീഡിയോസ് എടുത്ത് കാണൂ. അതിൽ ഏതെങ്കിലും ഫോളോ ചെയ്താൽ മതി, ഏത് മെത്തേഡായാലും കുഴപ്പമില്ല. ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഞാൻ ഒരുപാട് ഇട്ടുണ്ട്. ന്യൂ മൂൺ, ഫുൾ മൂണിലൊക്കെ ഞാൻ കുറേ മെത്തേഡ്സ് ഞാൻ പറയാറുണ്ട്, ഷെയർ ചെയ്ത് ഒരുപാടുണ്ട്. വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഗൈഡൻസ് ആയിട്ട് ഗിവ് ലവ്. ഓക്കെ, ഇത് അങ്ങോട്ട് നിങ്ങൾ കെയർ കൊടുക്കുന്ന കാര്യം തന്നെയാണ് കാണുന്നത്. ഓക്കെ, മേ ബി ഓക്കെ ഞാൻ പറയാം. ഫോളോ യുവർ ഡ്രീംസ്. യെസ്, മെഡിറ്റേഷൻ ഫോർ പീസ് ആൻഡ് സെറനിറ്റി.
കാർഡ്സ് മാറ്റായിരുന്നു. ഫൈൻ. ടീയേഴ്സ് ഓഫ് ജോയ്, സ്പീക്ക് യുവർ മൈൻഡ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇവിടെ മെഡിറ്റേഷൻ ടു ഡീപ്. ഓക്കെ, ദറ്റ്സ് ഫൈൻ. ഇതിവിടെ നിങ്ങളോട് പറയുന്നത് ഗിവ് ലവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ അഡ്വൈസ് ഫാമിലിക്കൊക്കെ കുറച്ച് സമയം കൊടുക്കാം. മേ ബി നിങ്ങൾ കരിയറിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് വേണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ച് കുറേ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഫാമിലിക്ക് ഫോക്കസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഗിവ് ലവ് എന്ന് പറയുന്നുണ്ട്. സി ഗിവ്, നമ്മളെപ്പോഴും അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് തിരിച്ചും കിട്ടുള്ളൂ, അങ്ങനെയല്ലേ? ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ഗിവ് ലവ് എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി അങ്ങോട്ട് കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുമായിരിക്കാം. ആൻഡ് ഇവിടെ ഫോളോ യുവർ ഡ്രീംസ്, ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഇതുവരെ മാറ്റി വെച്ചിട്ടുണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, ഡ്രീംസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ട് എങ്കിൽ അത് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും. സ്പീക്ക് യുവർ മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തുറന്നു പറയാം. പക്ഷേ ഇത് രണ്ട് കാർഡും വളരെ സെയിം ആണ്. ഇവിടെയും രണ്ട് വ്യക്തികൾ നിൽക്കുന്നു, ഇവിടെയും രണ്ട് വ്യക്തികൾ ഒരേപോലത്തെ ഒരു ഫീലിംഗ് എനിക്ക്. സോ മേ ബി ഇത് ആരോടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളെപ്പോഴും പേടിച്ച് നിൽക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പറയാനായിരിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിരിക്കാം. മേ ബി നിങ്ങളൊന്ന് ഒരു സംസാരം, ഐ തിങ്ക് ഒരു കോൺവെർസേഷൻ്റെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പരസ്പരം ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് നിങ്ങളെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലുള്ള എന്തെങ്കിലും തുറന്ന് പറയാം. വീട്ടുകാരോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും ഹസ്ബൻഡിനോടോ വൈഫിനോടോ ആണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ ആരോടോ നിങ്ങളുടെ മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായാലോ എന്ന്. പക്ഷെ അല്ല, ഓക്കെ, എനിക്ക് കാണുന്നത് ഐ തിങ്ക് സ്നേഹത്തോടെ പറയാം. കംപ്ലൈൻ്റ് ആയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അങ്ങനെയല്ല, സ്നേഹത്തോടെ എൻ്റെ മനസ്സിൽ ഇന്ന കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് വേറൊരാളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇന്ന കാര്യങ്ങൾ എന്നെ ബോധർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊരു അങ്ങനെ വളരെ ശാന്തമായിട്ട്, ആക്ച്വലി പീസ് ആൻഡ് സെറീനിറ്റിൻ്റെ ഇവിടെ മെഡിറ്റേഷൻ ഫോർ പീസ് ആൻഡ് സെറീനിറ്റി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ശാന്തമാവണം. ഓക്കെ, നമ്മളെപ്പോഴും ആരോടെങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ പോകുമ്പോൾ തെറ്റിപ്പോകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടെൻഷനിലോ അല്ലെങ്കിൽ സ്ട്രെസ്സിലോ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ദേഷ്യങ്ങൾ കൂടി കയറി വരും, അല്ലെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന വാക്കുകൾ അഗ്രസീവായി പോകും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ശാന്തമാവുക. ഓക്കെ, ശാന്തമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ടീയേഴ്സ് ഓഫ് ജോയ് ആൻഡ് സാഡ്നെസ് ഉണ്ട്. സോ ഇവിടെ കാണിക്കുന്നത് ലൈക്ക് നിങ്ങൾക്ക് സന്തോഷവും വരും. ഓക്കെ, അതായത് എന്താ പറയുക, സങ്കടപ്പെട്ടുകൊണ്ട് ചിരിക്കുക എന്ന് പറയില്ലേ, ടീയേഴ്സ് ഓഫ് ജോയ്, അത്രയും നമ്മൾ സന്തോഷം വരിക എന്ന് പറയില്ലേ. സങ്കടം ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ നിങ്ങൾക്ക് സന്തോഷവും വരുന്ന പോലെയാണ്. അത്രയും ലൈക്ക് കണ്ണീര് വരും എന്ന് പറയില്ലേ, ചിരിച്ചു, അത്രയും സന്തോഷക്കട ആനന്ദക്കണ്ണീര് അങ്ങനെ വരും എന്നാണ് പറയുന്നത്. ആനന്ദക്കണ്ണീര് വരുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ആ വിഷമത്തിൻ്റെ മേലെ നമ്മൾക്ക് അത്രയും ചിരിക്കാൻ കൂടി സാധിക്കും. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്ന ഒരു മട്ടിലെത്തും എന്നാണ് പറയുന്നത്. എന്തോ സന്തോഷം നിങ്ങൾക്ക് വരുന്നു ഓവറോൾ പറയുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം വരും, അത്രയും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നടക്കും. ആൻഡ് അത് നിങ്ങൾക്ക് കണ്ണീര് വരെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച വളരെ നല്ലതായിരിക്കട്ടെ, പോസിറ്റീവായിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.